അത് എല്ലാ കാലത്തും അവർ സ്വീകരിച്ചിട്ടുള്ള ഒരു ഗൂഢതന്ത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്പലം പണിയും എന്നവർ പറയും. ഇപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് പശുക്കളോടല്ല, പോത്താണ് ഏറ്റവും ഡീസൻ്റായിട്ടുള്ളൊരു മൃഗം. സാധാരണ പോത്തിനോട് നമുക്ക് പശുവിനോടുള്ള പോലെ താല്പര്യം ഇല്ലാത്തതാണ്. പക്ഷേ BJPക്കാർ ഇപ്പോൾ ജോർജ് കുര്യൻ പറയുന്നത് പോത്ത്, കാള എന്നിവയാണ് പശുവിനേക്കാൾ നല്ല മൃഗങ്ങൾ എന്നുള്ള നിലയിലാണ്. അതിപ്പോൾ അവരുടെ ഒരു നിലപാട് മാറ്റം സാധാരണ അങ്ങനെ ഉള്ളതാണ്. അതിലൊന്നും ഞാനിപ്പോൾ അവരെ കുറ്റം പറയുന്നില്ല. അവസരത്തിനൊത്ത് എവിടെ വർഗീയക്കാരുടെ ഇറക്കാൻ പറ്റുമോ അത് ആ പ്രദേശങ്ങളിലൊക്കെ ഇറക്കി താൽക്കാലികമായി വോട്ടുകൾ നേടിയെടുക്കുന്ന ഒരു രീതി അവർക്ക് ഗുണകരമായിട്ടുണ്ട്. അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ആ തന്ത്രം അതേപോലെ വിജയിക്കും എന്ന് കരുതേണ്ടതില്ല. ആ തരത്തിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് ഇടതുപക്ഷ മതേതര ശക്തികളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിശാല സഖ്യത്തിന് ഞങ്ങൾ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വലിയ ശക്തിയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ശക്തിയാകും. VP സിംഗ് ഇവിടെ പ്രധാനമന്ത്രിയായില്ലേ, IK ഗുജറാൾ ഇവിടെ പ്രധാനമന്ത്രിയായില്ലേ, ദേവഗൗഡ ഇവിടെ പ്രധാനമന്ത്രിയായില്ലേ, എത്രയോ പേർ ഇവിടെ എങ്ങനെ BJP അല്ലാത്തവർ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ വരത്തക്ക നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറാൻ പോവുകയാണ്. മതേതര ഇന്ത്യയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്നായിരിക്കും ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ പോകുന്നത്. യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഞാൻ പറയുന്നു, ഇടതുപക്ഷ മതേതര ശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ പോവുകയാണ്. അതിന് അധികം താമസമില്ല. കേരളത്തിൽ നിന്ന് പിണറായി വിജയനെ പോലുള്ള മതേതര പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മതേതര മുഖമുള്ള നേതാവ് തന്നെ ഇന്ന് കേന്ദ്ര തലത്തിൽ ദേശീയ തലത്തിലേക്ക് കൂടി കടന്നു വന്ന് ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മംഗലാപുരത്തും ഹൈദരാബാദിലും ഇനി എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. എന്ത് ഭീഷണിയെയും നേരിടാൻ ഫിറോസ്, വളരെ അപകടകരമായി അനധിവിദൂര ഭാവിയിൽ എത്താൻ പോകുന്ന BJPയുടെ അജണ്ട സംബന്ധിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ശ്രീ ജോർജ് കുര്യൻ ഇവിടെ പറഞ്ഞത്. ശരിയാണ്, 957 വോട്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഉയർത്താനായത്. LDFനെയും UDFനെയും അപേക്ഷിച്ച് വലിയ പരാജയം അവിടെ BJP നേടി. ശരിയാണ്, UDF നല്ല ഭൂരിപക്ഷത്തിന് ഈ ഘട്ടത്തിൽ ജയിക്കുമ്പോൾ തന്നെ, ശ്ലാഘനീയമായ നേട്ടം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഒരു അപകടമുണ്ട്. മുസ്ലിം ലീഗ് മലപ്പുറത്ത് ഈ സീറ്റ് നേടുമ്പോൾ അത് മറ്റുള്ള മണ്ഡലങ്ങളിലെ മറ്റു ചില ധ്രുവീകരണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന ഒരു ധ്വനി ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ വായിച്ചെടുത്താൽ അത് കേരളത്തെ സംബന്ധിച്ച് അപകടമല്ലേ? ഇപ്പോൾ കേരളം ഇപ്പോൾ ഇന്നലെ ഉണ്ടായതല്ലല്ലോ. മലപ്പുറം ജില്ല ഇന്ന് ഈ വോട്ടെണ്ണുന്ന ദിവസം കേരളത്തിൽ പുതുതായി ഒരു ജില്ല രൂപീകൃതമായതുമല്ലല്ലോ. മുസ്ലിം ലീഗും അങ്ങനെ അല്ലല്ലോ. ഇതൊന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയാത്തവരാണോ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്? മുസ്ലിം ലീഗ് മലപ്പുറത്തൊരു സീറ്റിൽ ജയിച്ചാൽ അത് ഉപയോഗപ്പെടുത്തി കേരളം മുഴുവനും BJP ഉണ്ടാകും എന്ന് ഇടതുപക്ഷം ഇത്രയും കാലം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതാണ്, ലീഗിൻ്റെ വളർച്ചയെ തടയിടാൻ വേണ്ടി. അത് CPMൻ്റെ രാഷ്ട്രീയമായിരുന്നു അത്. അതുകൊണ്ടാണല്ലോ CPM തരാതരം പോലെ ഇത്തരം കാർഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇത്തവണ മലപ്പുറത്ത് വന്നിട്ട് എന്താ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചത്? യോഗി ആദിത്യനാഥും ഹൈദർലി ശിഹാബ് തങ്ങളും ഒരുപോലെയാണെന്നല്ലേ. സത്യത്തിൽ BJPക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയായിരുന്നത്. കാരണം എന്താണ്? യോഗി ആദിത്യനാഥിനെ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് അറിയില്ല, എന്നാൽ സെയ്ദ് ഹൈദർലി ശിഹാബ് തങ്ങളെ മലപ്പുറം ജില്ലക്കാർക്ക് അറിയാം. ഹൈദർലി ശിഹാബ് തങ്ങൾ മതേതരത്വത്തിൽ അധിഷ്ഠിതമായി ബൗദ്ധതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയല്ലേ. ആ ഹൈദർലി ശിഹാബ് തങ്ങളെ പോലെയാണ് യോഗി ആദിത്യനാഥും എന്ന് പറഞ്ഞതോടുകൂടി ആളുകൾ എന്താ മനസ്സിലാക്കിയത്? അത്രയും നല്ല മനുഷ്യനാണ് ഈ യോഗി ആദിത്യനാഥ് എന്നല്ലേ. അപ്പോൾ BJPക്ക് അനുകൂലമായി, യോഗി ആദിത്യനാഥിന് അനുകൂലമായി പ്രസ്താവന ഇറക്കിയ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തരാതരം പോലെ ഇത്തരത്തിലുള്ള കാർഡുകൾ ഇറക്കിക്കൊണ്ടിരുന്നത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതല്ലേ. PDPയെ കൂട്ടുപിടിച്ചത് ആരായിരുന്നു? അബ്ദുൽ നാസർ മദനിയെ കൂട്ടുപിടിച്ചത് ആരായിരുന്നു? അപ്പോൾ ലീഗ് വിജയിച്ചാൽ BJPക്ക് അത് വളക്കൂറുണ്ടാകും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി CPMൻ്റെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രമായിരുന്നില്ല CPM ഇത്രയും കാലം എടുത്തത്. ആ തന്ത്രമാണ് നിങ്ങളുടെ കൂടെ വായിൽ കൂടി പുറത്തേക്ക് വന്നത്. BJPയുടെ പ്രതിനിധി അങ്ങനെ സംസാരിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. BJP അങ്ങനെ ശ്രമിച്ചാൽ നടക്കാനും പോകുന്നില്ല.
കാരണം കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ജനാധിപത്യ ചേരിയിൽ നിർത്തി ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ന്യൂനപക്ഷങ്ങളെ കൂടി കൊണ്ടുവരാൻ നടത്തിയ ശ്രമമല്ലേ? ഈ ബഹുസ്വരതയെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും ഒക്കെ ഇത്രയും കാലം പ്രവർത്തിച്ചത്? അപ്പോൾ അത് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ കേരളത്തെയും ഭീതിയിൽ നിർത്തി CPM-ന് അനുകൂലമാക്കാം എന്ന തന്ത്രമല്ലേ പൊളിഞ്ഞുപോയത്? മുസ്ലിം ലീഗ് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് BJPക്ക് എന്തേ മുസ്ലിം ലീഗിനെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യ മുഴുക്കെ RSSും BJPയും കാണിക്കുന്നത് എന്താണ്? RSSും BJPയും മുസ്ലിം വിരുദ്ധത വിറ്റഴിച്ചിട്ടല്ലേ വോട്ടുകൾ? ഏറ്റവും ഒടുവിൽ UP ഇലക്ഷനിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് പ്രസംഗിച്ചു, ഖബർസ്ഥാൻ ഉണ്ടാക്കുന്നെങ്കിൽ അവിടെ ശ്മശാനം വേണം, റംസാന് വെളിച്ചം കൊടുക്കുന്നുവെങ്കിൽ ദീപാവലിക്കും വേണം. അങ്ങനെ ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വർഗീയത പ്രസംഗിച്ചപ്പോഴും കേരളത്തിൽ എന്താ അത് വിലപ്പോകാത്തത്? കേരളത്തിൽ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ച്, കേരളത്തിലെ മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ച്, കേരളത്തിലെ മുസ്ലിം മതനേതാക്കളെ ചൂണ്ടിക്കാണിച്ച് മുസ്ലിം വിരുദ്ധത വിറ്റഴിക്കാൻ RSSനും BJPക്കും കഴിയില്ല. കാരണം ഈ ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് ഇത്രയും കാലമായി ലീഗും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അനുകൂലമാക്കി കളയാൻ അവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ 47,000 ചില്ലുവാനവും 29,000 ചില്ലുവാനവും വോട്ടുകൾ നേടിയവർ, അവർ ഇത്തവണ മത്സരിച്ചില്ലല്ലോ. അവരുടെ വോട്ട് നിങ്ങൾക്ക് ലഭിച്ചോ ഫിറോസ്? ഇങ്ങനെ ഒരു വിമർശനം ഉയരുന്നുണ്ട്. നമുക്കതും പരിശോധിക്കാം, ഒരു കുഴപ്പമില്ല, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. അതായത് SDPIയും വെൽഫെയർ പാർട്ടിയും മത്സരിച്ച സമയത്ത് UDFന്റെ ഭൂരിപക്ഷം 1,94,000. അവർ മത്സരിക്കാതിരിക്കുമ്പോൾ UDFന്റെ ഭൂരിപക്ഷം 1,71,000. കണക്ക് മാത്രം നിങ്ങൾ പരിശോധിക്ക്. അതായത് ഇവരൊക്കെ മത്സരിക്കുമ്പോഴാണ് UDFന്റെ വോട്ട് കൂടുന്നതെങ്കിൽ അവർ മത്സരിക്കാതിരിക്കുമ്പോൾ UDFന്റെ ഭൂരിപക്ഷം കുറയുന്നുവെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫിറോസിന്റെ മനോഹരമായ വേലത്തരമാണ്. അതായത് താങ്കൾ നേരത്തെ നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം UDFന്റെ 1,18,000 അത് ഉപയോഗിക്കുന്നു. തിരിച്ച് SDPIയുടെയും വെൽഫെയർ പാർട്ടി പോലുള്ള തീവ്ര കക്ഷികളുടെ വോട്ടുകൾ ലഭിച്ച ഘട്ടം വരുമ്പോൾ നിങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുന്നു. ഈ രാഷ്ട്രീയം അരിയാഹാരം കഴിക്കുന്നവർക്ക് പിടികിട്ടുന്നതാണ്. നമുക്ക് വേണ്ടത് വസ്തുതാപരമായ വിവരങ്ങളാണ്. ഇത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കാനുള്ള നിങ്ങളുടെ മറുപടി ഫിറോസ്? അല്ല എങ്കിൽ നിങ്ങൾ മറുപടി പറയും. അതായത് ഇക്കഴിഞ്ഞ ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്പയർ ചെയ്തിട്ടാണല്ലോ. അവർ 2014 മത്സരിച്ച SDPIയും വെൽഫെയർ പാർട്ടിയുമാണല്ലോ 2017 മത്സരിക്കാതിരുന്നത്. അത് ശരിയല്ലേ? 2016 അവർക്ക് സ്ഥാനാർത്ഥിത്വമുണ്ട്, 2014 അവർക്ക് സ്ഥാനാർത്ഥിത്വമുണ്ട്, 2017 അവർക്ക് സ്ഥാനാർത്ഥിത്വമില്ല. അപ്പോൾ അവരുടെ വോട്ട് എവിടെ പോയി? അവരുടെ വോട്ട് UDFന് വന്നില്ലല്ലോ. UDFന് വന്നിരുന്നുവെങ്കിൽ UDFന്റെ വോട്ട് ഇനിയും കൂടുമായിരുന്നല്ലോ. അപ്പോൾ അവരുടെ വോട്ട് പോയത് എവിടെയാണ്? അവരുടെ വോട്ട് പോയത് കൃത്യമായി നമുക്ക് ബോധ്യമാകും, ഇടതുപക്ഷത്തിനാണ് അവരുടെ വോട്ട് പോയത്. വെൽഫെയർ പാർട്ടി വോട്ട് ചെയ്തിട്ടില്ല, അവർ ബഹിഷ്കരിച്ചു. SDPIയും നീ പരസ്യമായി വോട്ട് പിന്തുണ പ്രഖ്യാപിച്ചത് ആരാണ്? PDP അല്ലേ പിന്തുണ പ്രഖ്യാപിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി PDP ആണ്. ആര് പറഞ്ഞു? വിജയരാഘവൻ മാത്രം പറഞ്ഞു. നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞോ? CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞോ? മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണമെന്നാണ്. വിജയരാഘവൻ മാത്രം പറഞ്ഞു. കാരണം വിജയരാഘവൻ പറഞ്ഞത് ശ്രീ ഉഴവൂർ വിജയൻ അങ്ങനെയുണ്ടോ? അതായത് യുക്തിഭദ്രമായ ഒരു വിമർശനം. അതായത് 47,000-ഉം 29,000-ഉം വോട്ട് നേടിയ തീവ്ര മതവിഭാഗക്കാരായ SDPIയും വെൽഫെയർ പാർട്ടിയും സഹകരിച്ചിരുന്നു എങ്കിൽ ഈ അഹമ്മദിനേക്കാൾ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാക്കാനാകുമായിരുന്നു. അതുണ്ടായില്ലല്ലോ എന്ന ആ ഘട്ടത്തിലെങ്കിലും അദ്ദേഹം ആ പരാജയം സമ്മതിക്കുന്നെങ്കിൽ പോലും വിജയിച്ച കക്ഷിയുടെ നേതാവ് ഈ രീതിയിലൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കാണണം? ഈ മുസ്ലിം ലീഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ മതേതരത്വം പുറമേ പറയുകയും വളരെ ആളുകളുടെ മുമ്പിൽ കുഴപ്പമില്ലാതെ നിൽക്കുകയും ചെയ്യും. ഒരു ഹാഫ് മതേതരത്വമേ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ആ കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല. പിന്നെ അവർക്ക് മറ്റു കാര്യങ്ങളിലാണ് ഭരണപരമായ കാര്യമൊക്കെ വരുമ്പോഴുള്ള താല്പര്യങ്ങൾ വേറെയാണ്. അതാണ് ഞാൻ ഹാഫ് എന്ന് പറഞ്ഞത്.
മുസ്ലിം ലീഗ് വളരെ ഒച്ചത്തിൽ, ഇപ്പോൾ കുമ്മനം പറയുന്നത് പോലെയോ അല്ലെ നരേന്ദ്രമോദി പറയുന്നത് പോലെയോ ഒച്ചത്തിൽ സംസാരിക്കില്ലെന്നുള്ളതേ ഉള്ളൂ. വളരെ സൂത്രത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി സാമുദായിക പ്രീണനം നടത്തുന്ന കാര്യത്തിൽ അവർ മോശക്കാരല്ല. അതുകൊണ്ട് തന്നെയാണ് അവരെ ഒറിജിനൽ മതേതര കക്ഷിയായി കണക്കാക്കാൻ സാധ്യമല്ല. 916-ന്റെ കൂടെ അവർ പെടില്ല. അവർ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പിന്നെ കോൺഗ്രസിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ നിന്ന് കോൺഗ്രസ് പിന്നെ അങ്ങനെ നിന്നാലും അവർക്ക് കുഴപ്പമില്ല. അവരെല്ലാവരുമായിട്ടൊക്കെ അങ്ങനെ കൂടുന്ന ആളുകളായതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും ഈ SDPIയും വെൽഫെയർ പാർട്ടിയും എല്ലാവരും കൂടി ചേർന്നിട്ടും അത് ലീഗിനാണ് കിട്ടിയെന്നുള്ളതിന് പ്രശ്നം വെച്ച് നോക്കാനോ ജോൽസിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇത് ഭരണത്തിൻ്റെയും കൂടി വിലയിരുത്തലാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ആദ്യം ഒന്ന് പറഞ്ഞു പോയി. തീർച്ചയായും മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗ് നേതാവ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. 1,71,038 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചത്. ഒപ്പം MB ഫൈസലിന് 3,44,287 വോട്ടുമായി രണ്ടാം സ്ഥാനത്തെത്താനായി. മൂന്നാം സ്ഥാനത്തുള്ളത് BJP ആണ്, NDA ആണ്, ശ്രീപ്രകാശാണ് 65,662. പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തവണത്തെ BJPയുടെ വോട്ടിനേക്കാൾ വെറും 987 വോട്ട് മാത്രമേ ഇത്തവണ കൂടിയിട്ടുള്ളൂ എന്നതാണ്.